ന്യൂസിലൻഡ് നഴ്സ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എനിക്ക് റീസെന്റ് ആയിട്ട് കുറേ ആളുകൾ എന്നോട് മെസ്സേജ് ചെയ്യുകയുണ്ടായി, ചേച്ചി ഈ ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾക്ക് അയച്ചു തരുമോ, അല്ലെങ്കിൽ ചേച്ചി അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമോ? സോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു എക്സാം എഴുതി വന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പല ആളുകളെയും സഹായിക്കാൻ സാധിക്കും. അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻക്ലെക്സ് RN അല്ലെങ്കിൽ UK CBT എക്സാമിൻ്റെ പ്രിപ്പറേഷൻ മെറ്റീരിയൽ ഒരു 50% നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 60% നിങ്ങൾക്ക് അതുപോലെയുള്ള ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ന്യൂസിലൻഡിൻ്റെ ആ ഒരു എക്സാമിൽ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കൾച്ചറിനെ കുറിച്ചും അവരുടെ കുറച്ച് കോമ്പറ്റൻസ് അഥവാ ഡൊമൈൻസുകളെ കുറിച്ചും അതവരുടെ ലോസ് ഉണ്ട് അതിനെക്കുറിച്ചും, അതുപോലെ തന്നെ നഴ്സസിന്റെ കോഡ് ഓഫ് കണ്ടക്ട്, അവരുടെ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരും. സോ ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഏജൻസി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാമിനെ കുറിച്ചുള്ളതാണ്. സോ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാമിന് 2 പാർട്ടാണുള്ളത്, മെഡിക്കേഷൻ സേഫ്റ്റി ആൻഡ് നഴ്സിംഗ് നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ മെഡിക്കേഷൻ സേഫ്റ്റി അഥവാ ഡ്രഗ് കാൽക്കുലേഷനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് നഴ്സിംഗ് നോളജ്, അതായത് അതിൽ കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് കോമൺ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഫൈനൽസിന് വരുന്ന കുറച്ച് കോമൺ ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. സോ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സോ മെഡിക്കേഷൻ സേഫ്റ്റി അല്ലെങ്കിൽ ഡ്രഗ് കാൽക്കുലേഷനിൽ നമുക്കൊരു 2-3 ഫോർമുലാസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആക്കാനായിട്ട്. സോ ബേസിക് ആയിട്ട് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതായത് ഇപ്പം കൺവേർഷൻ, അതായത് വലിയതിൽ നിന്ന് ചെറുതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്, അത് നമുക്കറിയാം. അതായത് മില്ലിഗ്രാമിനെ മൈക്രോഗ്രാം ആക്കാനായിട്ട് നമ്മൾക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്നും, അതുപോലെ തന്നെ ചെറുതിനെ വലുതാക്കാൻ, അതായത് മൈക്രോഗ്രാമിൽ നിന്ന് മില്ലിഗ്രാമിലേക്ക് ആക്കാനായിട്ട് നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയെന്നും എല്ലാം നമുക്കറിയാം. പക്ഷേ ആ ഒരു എന്നിട്ട് പറഞ്ഞാൽ എക്സാമിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ഓർത്തിരിക്കണമെന്നില്ല. സോ ഞാൻ ഇവിടുത്തെ എക്സാമിന് അല്ലെങ്കിൽ ഇവിടുത്തെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മിസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ മിസ്സസ് സ്മിത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, എപ്പം നിങ്ങൾ എക്സാമിന് ഇരിക്കുന്നോ, എക്സാമിന് പേപ്പർ കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനർ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ മില്ലിഗ്രാം ടു മൈക്രോഗ്രാം, അതിനകത്ത് നമ്മൾ മൾട്ടിപ്ലൈ ഇൻറ്റു 1000, ഓക്കെ, അതിന് ചെയ്യാനായിട്ട്. അതുപോലെ മൈക്രോഗ്രാം ടു മില്ലിഗ്രാം ആക്കാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 1000, ഈ ഒരു ഫോർമുല അനുസരിച്ച്, അതായത് എപ്പോഴെങ്കിലും നമുക്ക് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം, മനുഷ്യനല്ലേ. സോ അങ്ങനെ എഴുതി വെക്കണമെന്ന് എപ്പോഴും പുള്ളിക്കാരി എൻകറേജ് ചെയ്യുമായിരുന്നു ഞങ്ങൾ സ്റ്റുഡൻസിനെ. അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ്റെ ഫോർമുലയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല, വാട്ട് യു വാണ്ട് ഡിവൈഡഡ് ബൈ വാട്ട് യു ഹാവ് ഇൻ ടു വോളിയം. അതായത് ഇപ്പോൾ ഒരു പാരസ്റ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്തു, വാഴലി സ്റ്റോക്ക് ആണുള്ളത്, അപ്പോൾ നീ ഇത് എത്ര കൊടുക്കും? ഇങ്ങനെയുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്നിട്ട് പറഞ്ഞാൽ 1 ഗ്രാം ഫെനഡോൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പാരസ്റ്റമോൾ കൊടുക്കാനായിട്ട് 500 ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ 2 കൊടുത്താൽ മതി, നമുക്കത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നേരെ തിരിച്ച് മോർഫിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിജോക്സിൻ അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കേഷന് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണമല്ലോ. സോ ആ ഒരു ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ദ സെക്കൻഡ് വൺ. ദെൻ ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഡ്രോപ്പ് പെർ മിനിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ അതിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം, ടോട്ടൽ വോളിയം ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ്. ഇത് ഈ ഒരു ഫോർമുല ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പ് പെർ മിനിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഡ്രഗ് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് 2 തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസിലും, അതായത് ഇപ്പം ഡ്രോപ്പ് പെർ മിനിറ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് പല ക്വസ്റ്റ്യൻസിലും ഡ്രോപ്പ് ഫാക്ടർ തരും, പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ ഡ്രോപ്പ് ഫാക്ടർ തരണമെന്നില്ല. സോ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം മൈക്രോ ഡ്രിപ്സെറ്റും മാക്രോ ഡ്രിപ്സെറ്റും. അതായത് അഡൽട്ടിൻ്റെ 20 ആണ് ഡ്രോപ്പ് ഫാക്ടർ എന്നും, പീഡിയാട്രിക് അല്ലെങ്കിൽ മൈക്രോ ഡ്രിപ്സെറ്റ് അല്ലെങ്കിൽ ബ്യൂറക്സെറ്റിൻ്റെ 60 ആണ് അതിൻ്റെ ഡ്രോപ്പ് ഫാക്ടർ എന്നും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എന്നിട്ട് പറയണേ 90 to 100% നിങ്ങൾ പാസ്സായെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഓരോ കാര്യങ്ങളും ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയുടെ സൈഡിൽ ഞാൻ സോൾവ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബേബി ഹാസ് ബീൻ
prescribed 120 microgram of oral morphine. How many milligrams will he or she receive? സോ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഡയറക്റ്റ് ആണ് മൈക്രോഗ്രാമിനെ മില്ലിഗ്രാമിലേക്ക് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമ്മുടെ ജോബ് എന്നുള്ളത്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈക്രോഗ്രാമിനെ മില്ലിഗ്രാം ആക്കാനായിട്ട് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.12 milligrams എന്നുള്ളതാണ്. ഓക്കെ, സോ 120 മൈക്രോഗ്രാമിനെ മില്ലിഗ്രാം ആക്കാനായിട്ട് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, a baby weighing 12 kg is prescribed with paracetamol. So എത്ര വെച്ചാണ് കൊടുക്കേണ്ടത്, 10 milligram per kg every 6 hours. സോ അത് വെയിറ്റ് വെച്ചുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. സ്റ്റോക്ക് അവൈലബിൾ ഈസ് 120 milligram per ml. വാട്ട് വോളിയം ഓഫ് സസ്പെൻഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഈച്ച് ഡോസ്. കേട്ടോ, അപ്പോൾ എത്ര വെച്ച് നമ്മൾ ഓരോ ഡോസിലും കൊച്ചിന് കൊടുക്കുമെന്നാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്. സോ എത്രയാണെന്ന് അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാ, വാട്ട് യു വാണ്ട് ഡിവൈഡഡ് ബൈ വാട്ട് യു ഹാവ് ഇൻ ടു വോളിയം. സോ നമ്മളിപ്പം 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്ന് വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം, അല്ലാതെ വെയിറ്റ് സെപ്പറേറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ നമുക്ക് നോക്കാവേ. സോ 10 milligram ആണ് നമുക്ക് വേണ്ടത്. എത്രയാണ് നമ്മുടെ വാട്ട് യു ഹാവ്, അതായത് നമ്മുടെ അവൈലബിൾ സ്റ്റോക്ക് എത്രയുള്ളത് 120. സോ 10 divided by 120, ദെൻ നമ്മുടെ വോളിയം എന്ന് പറയുന്ന 5. സോ ഓരോ kgക്കും നമുക്ക് 0.42 ആണ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം 10 milligram per kg ആണ് കൊടുക്കേണ്ടത്. 12 കിലോ ഉള്ള കൊച്ചിന് എത്ര കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് പെർ kg ആണ് ഈ കിട്ടിയേക്കുന്നത് 0.42. സോ 0.42 into 12 kg വെച്ച് കഴിയുമ്പോൾ നമുക്ക് 5 ml ആണ് ഈ കുട്ടി ഓരോ പ്രാവശ്യവും റിസീവ് ചെയ്യുക. ഓക്കെ, സോ ഇനി അത് രണ്ടാമത്തെ വേറെ രീതി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എത്ര മില്ലിഗ്രാം ആണ് ആ ഒരു 12 കിലോ ഉള്ള കൊച്ചിന് വേണ്ടതെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ 10 milligram per kg ആണ് കൊടുക്കേണ്ടത്. സോ 12 കിലോ ആകുമ്പോൾ 10 into 12 kg, അതായത് 120 milligrams ആണ് എവറി 6 hours കൊച്ചിന് റിസീവ് കിട്ടേണ്ടത്. ഓക്കെ, സോ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ വാട്ട് യു വാണ്ട് ഈസ് 120 milligrams ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 120 milligram ആണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 5. സോ ഇസ് ഈക്വൽ ടു 5 ml. സോ 5 ml വെച്ചാണ് എല്ലാ 6 hours കുഞ്ഞ് റിസീവ് ചെയ്യുക. ഓക്കെ, സോ അതൊരു ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ നോക്കുന്നത് ഇനി എന്നിട്ട് പറയുന്നത് ഇഞ്ചെക്ഷൻസ് ഇല്ലേ, അത് വെച്ച് നോക്കാം. ഓക്കെ, സോ എ പേഷ്യന്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് മോർഫിൻ 8 milligram 2 to 3 hourly PRN. സോ വാട്ട് സ്റ്റോക്ക് ഓഫ് മോർഫിൻ ഇസ് 10 milligram in 1 ml. സോ 10 milligram ആണ് 1 ml ആണ് നമ്മുടെ വാർഡ് സ്റ്റോക്ക്. ഹൗ മച്ച് മോർഫിൻ ഷുഡ് ബി ഡ്രോൺ അപ്പ് ഫോർ ദിസ് പേഷ്യന്റ്. നമ്മൾ എത്ര ml ആണ് ഡ്രോൺ അപ്പ് ചെയ്യാന്ന്. സോ നമ്മൾ സെയിം ഫോർമുല വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. വാട്ട് യു വാണ്ട് നമുക്ക് എന്താ വേണ്ടത് ഡിവൈഡഡ് ബൈ വാട്ട് യു ഹാവ് ഇൻ ടു വോളിയം. സോ വാട്ട് യു വാണ്ട് എന്ന് പറയുമ്പോൾ 8 milligram ആണ് 2 to 3 hours നമുക്ക് കൊടുക്കേണ്ടത്. സോ 8 milligram ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വാർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 10 milligram ആണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 1 ml. സോ 8 divided by 10 into 1 is equal to 0.8 ml. ഓക്കെ, സോ അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് ഞാനത് നമ്മുടെ ഡ്രോപ്പ് പെർ മിനിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് എ പേഷ്യൻറ്റ് ഹാസ് 1 liter ഓഫ് ഫ്ലൂയിഡ് റണ്ണിങ് ഇൻട്രാവീനസ്ലി എവറി 12 hours. ദ ഡ്രോപ്പ് ഫാക്ടർ ഇസ് 60 drops per ml. ഹൗ മെനി ഡ്രോപ്സ് പെർ മിനിറ്റ് ഷുഡ് ബി ഗിവൺ. ഓക്കെ, സോ അത് നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ഫോർമുല ഡ്രോപ്പ് പെർ മിനിറ്റ് വെച്ച് മിനിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന്. ടോട്ടൽ വോളിയം എത്രയാ ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ്. ഓക്കെ, ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഓൾറെഡി ഡ്രോപ്പ് ഫാക്ടറും തന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1 liter, അതായത് 1000 ml. പിന്നെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60. ടൈം ഇൻ മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര നേരത്തേക്ക് കൊടുക്കേണ്ടത് 12 hours, നമുക്ക് മിനിറ്റ്സിലാണ് വേണ്ടത്. സോ 12 into 60. സോ 1000 into 60 divided by 12 into 60. ഓക്കെ, സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 83.33 ആണ്. സോ നമ്മൾ അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ 83 drop per minute. ഓക്കെ,
സോ നിങ്ങൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നമ്പറുകൾ മാറ്റി ഈ കാണുന്ന നമ്പേഴ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഡിജോക്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് മൈക്രോഗ്രാമും മില്ലിഗ്രാമും ഒക്കെ ആക്കാൻ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഇതല്ലേ. കാരണം 0.625 അങ്ങനെയൊക്കെയല്ലേ, 0.625 അതൊക്കെയല്ലേ നമ്മുടെ അവൈലബിൾ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാവുക. സോ അതൊക്കെ ഇട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഈ റൗണ്ടിങ് ഇല്ലേ, അതായത് 83.33 എന്നുള്ളതിനെ എങ്ങനെ റൗണ്ട് അപ്പ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം നിങ്ങൾ ഈ മെഡിക്കേഷൻ സേഫ്റ്റി പാസ്സായി എന്ന് തന്നെ അങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, എ പേഷ്യൻറ്റ് is started with 1000 ml of normosaline over 6 hours. How many drops per minute will you administer? സോ സെയിം ഫോർമുല വെച്ച് തന്നെയാണ് നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത്. സോ അതിൽ കാണാം 1000 ml നമുക്ക് ഡ്രോപ്പ് ഫാക്ടർ പക്ഷെ തന്നിട്ടില്ല. സോ ഇത് പീഡിയാട്രിക് ആണെന്ന് പറഞ്ഞിട്ടില്ല, ബ്യൂററ്റ് സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, മാക്രോ ഡ്രിപ്പ് സെറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതായത് സ്റ്റാൻഡേർഡ് ഡ്രിപ്പ് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 20 ആണ്. സോ നമ്മൾ 20 ആണ് അവിടെ ഡ്രോപ്പ് ഫാക്ടർ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ 6 hours ഇനി അതിൻ്റെ ടൈംസ് എന്നിട്ട് പറഞ്ഞത് മിനിറ്റ്സിലേക്ക് ആക്കണം, അതായത് ടൈം മിനിറ്റ്സിലാക്കണം. സോ 6 × 60. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 55.5 ആണ്. സോ നമുക്കത് റൗണ്ടിങ് ചെയ്യുമ്പോൾ 56 ഡ്രോപ്പ് പെർ മിനിറ്റ് ആയി മാറുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമ്പറുകൾ മാറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് തന്നാൽ മതി, പിന്നെ നിങ്ങളിത് മറക്കില്ല. ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലോർത്ത് ഈ 3 ഫോർമുലാസ്, അതുപോലെ തന്നെ എന്നിട്ട് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡ്രിപ്പ് സെറ്റിൻ്റെ ഡ്രോപ്പ് ഫാക്ടറും അതുപോലെ തന്നെ ബ്യൂററ്റ് സെറ്റിൻ്റെ ഡ്രോപ്പ് ഫാക്ടറും ഒന്ന് ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇനി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻ്റെ കുറിച്ച് പറയാമെന്ന്. അപ്പം ന്യൂസിലൻഡിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഓട്ടൈറ്റിസ് മീഡിയ, റൊമാറ്റിക് ഫീവർ, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ type 2 DM, അതായത് type 2 ഡയബറ്റിക് മെലാറ്റസ്, ദെൻ COPD, ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അത് ബൗൾ ക്യാൻസർ, പിന്നെ ബേൺസ്, കംപ്ലീറ്റ് ആയിട്ട് ബേൺസ് നോക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷനുകളാണ് ഇവിടെ സാധാരണയായിട്ട് നഴ്സിംഗ് നോളജ് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. പിന്നെ മെൻ്റൽ ഹെൽത്ത്, അതായത് സൈക്കാട്രിന്ന് അവർ മെഡിക്കേഷൻസ് ആണ്, ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ SSRIs, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറുള്ളത്. അതായത് ഫ്ലൂഓക്സിറ്റിനെ പോലുള്ള മെഡിക്കേഷൻസും അതിന് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ പാത്തോഫിസിയോളജിയോ അല്ലെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുമല്ല നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത്. ഈ കുറച്ച് ഹെൽത്ത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.